ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 1948 ഡിസംബർ മാസം 10-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അതിന്റെ ജനറൽ അസംബ്ലി അംഗീകരിച്ച ആഗോള മനുഷ്യാവകാശ ഉടമ്പടിയുടെ സ്മരണ ലോകരാഷ്ട്രങ്ങൾ നിലനിർത്തിയ ദിവസമായിരുന്നു ഡിസംബർ 10-ാം തീയതി. ആ ദിനത്തിന്റെ സ്മരണയാണ് ഇന്ന് ഈ സദസ്സിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങൾ ഇല്ലാതെ മനുഷ്യനുണ്ടോ? മനുഷ്യനില്ലാതെ മനുഷ്യാവകാശങ്ങളുണ്ടോ? മനുഷ്യാവകാശങ്ങൾക്ക് ഇന്ന് മനുഷ്യമുഖം നഷ്ടപ്പെടുകയാണോ എന്നീ സുപ്രധാനമായ ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് ഞാൻ ഈ സദസ്സിനോട് പങ്കുവഹിക്കുന്നത്. ആഗോള മനുഷ്യാവകാശ ഉടമ്പടി വാഗ്ദാനം ചെയ്ത് നടപ്പാക്കിയ സുപ്രധാനമായ അവകാശങ്ങളായിരുന്നു സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യതയ്ക്ക് ഉള്ള അവകാശം, അടിച്ചമർത്തലിനും ചൂഷണങ്ങൾക്കുമെതിരായ സംരക്ഷണം, നീതിയുക്തമായ ഒരു ഭരണ സംവിധാനം എന്നീ വാഗ്ദാനങ്ങൾ. ഇന്ന് ഏതാണ്ട് 76 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഉടമ്പടി നിലവിൽ വന്നിട്ട്. നാം മനുഷ്യാവകാശ സംരക്ഷണ യജ്ഞത്തിൽ എത്രമാത്രം എത്തിച്ചേർന്നു, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എത്രമാത്രം നമുക്ക് കൈവരിക്കാനായി എന്ന് പുനർചിന്തന ചെയ്യേണ്ട സമയമാണിപ്പോൾ. മനുഷ്യാവകാശങ്ങളുടെ ഉത്ഭവം നമ്മൾ പരിശോധിച്ചാൽ BC 539 അതിന്റെ ഉത്ഭവം. ശ്രദ്ധേയനായ ഒരു ഭരണാധികാരിയായിരുന്നു സൈറസ്. ഈ ഭൂമിയുടെ ഏതാണ്ട് 1/4 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന സൈറസ് എന്ന് പറയുന്ന മഹാചക്രവർത്തി സുപ്രധാനമായ ഉത്തരവിലൂടെ അവിടെ അടിമകളെ വിമോചിപ്പിക്കുകയും എല്ലാവർക്കും നീതിയും സ്വാതന്ത്ര്യവും തുല്യതയും ഉറപ്പാക്കുകയും ചെയ്തു. ഇപ്രകാരമായി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഓരോന്നായി അദ്ദേഹം ഒരു പ്രത്യേക സിലിണ്ടറിൽ ഭാവി ജനതയുടെ വാഗ്ദാനമായി സൂക്ഷിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. അപ്രകാരം സൂക്ഷിക്കപ്പെട്ട ആ രേഖയാണ് സൈറസ് ദ സിലിണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ചുവട് പിടിച്ചായിരുന്നു 2015 മഗ്ന കാർട്ടയും അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സും ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സും ഫ്രഞ്ച് ഡിക്ലറേഷനും അമേരിക്കൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയും എല്ലാം നിലവിൽ വന്നത്. ഈ ആഗോള മനുഷ്യാവകാശ ഉടമ്പടികളിലൂടെ നടപ്പാക്കപ്പെട്ട ചില വാഗ്ദാനങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മനുഷ്യരില്ലാതെ മനുഷ്യാവകാശങ്ങളില്ല, മനുഷ്യാവകാശങ്ങളില്ലെങ്കിൽ മനുഷ്യനുമില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സസ്യജീവിതം പോലെയല്ല, മൃഗതുല്യമായ ജീവിതമല്ല മനുഷ്യ ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അന്തസ്സും മഹിമയോടുകൂടി അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചു പോകേണ്ടതായ ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം. ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ മനുഷ്യന് ലഭ്യമാകേണ്ടതായ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കുവാൻ നിയമത്തിന് പോലും സാധിക്കുകയില്ല. അത് ഭരണഘടനയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അപ്രകാരം ഭരണഘടനയിൽ പ്രത്യേകമായി സ്ഥാനം ലഭിച്ച മൗലിക അവകാശങ്ങൾ നിയമത്തിലൂടെയോ നിയമത്തിന്റെ പിൻബലം ഉള്ള ഉത്തരവുകളിലൂടെയോ എടുത്തു കളയുവാൻ ആവില്ല. അപ്രകാരം നിയമങ്ങളിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കോടതി ജുഡീഷ്യൽ പുനരവലോകന പ്രക്രിയയിലൂടെ അത്തരം നിയമങ്ങളെ അസാധുവാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ചു നൽകിയ ചില പ്രത്യേക അവകാശങ്ങൾ വെറുമൊരു അവകാശമായി നിൽക്കുവാൻ വേണ്ടി മാത്രമുള്ളത് അല്ലായിരുന്നു. അത് ലംഘിക്കപ്പെടുന്ന
സ്ഥാപനങ്ങൾ, ഭരണകൂടമോ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ആ മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ ഒരു പൗരനെ കോടതിയെ സമീപിച്ച് ആ നീതിന്യായ പ്രക്രിയയിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ ഉറപ്പ് നൽകുന്ന വ്യവസ്ഥകളും ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുവാൻ ഭരണഘടനാ പിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനായി തന്നെ ഭരണഘടനയിൽ 2 സുപ്രധാനമായ വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226. 32-ാം വകുപ്പിലൂടെ മൗലികാവകാശ ലംഘനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുവാൻ പൗരനെ നിയമം വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ 226-ാം വകുപ്പിലൂടെ മൗലികാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയെ സഹായിക്കാനാവും. ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് അവകാശങ്ങൾ എന്ന് പറയുന്നത് വെറും അവകാശം മാത്രമല്ല, അത് നടപ്പാക്കി കിട്ടേണ്ടതായ അവകാശങ്ങളാണ്, ക്ലെയിംസ് ആണ്. അങ്ങനെ അത് ലംഘിക്കപ്പെട്ടാൽ പൗരനെ നീതിന്യായ കോടതികളെ സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരമാർഗം കണ്ടെത്തുവാനാകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ഭരണഘടനയിലെ സുപ്രധാന വകുപ്പുകളാണ് ഭരണഘടനയുടെ ഹാർട്ടും സോളുമായി, ആത്മാവും ഹൃദയവുമായി മാറിത്തീർന്ന പ്രത്യേകമായ വകുപ്പുകൾ. ആ വകുപ്പുകളുടെ പ്രസക്തി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ മൗലികാവകാശങ്ങൾ എന്താണ്, അത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക, അത് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പോലെയുള്ള സംഘടനകൾക്ക് നിർവഹിക്കാനുള്ളത്. ആ കടമയാണ് അവർ നിർവഹിച്ചു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൽ ലഭിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടതും വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി കാണേണ്ടതുമാണ്. ജീവിക്കാനുള്ള അവകാശവും ജീവിതാവകാശത്തിന്റെ ഭാഗമാണ്. ജീവിക്കാനുള്ള അവകാശമോ ജീവിതമോ അതുപോലെ തന്നെ സ്വാതന്ത്ര്യമോ നിയമം കൽപ്പിച്ച് നൽകിയ പ്രക്രിയയിലൂടെ അല്ലാതെ നിഷേധിക്കുവാനാവില്ല. അത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഞാൻ ഈ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസ്, അതിന്റെ ഉത്ഭവവും അതിൽ കോടതി നീതിന്യായ പ്രക്രിയയിലൂടെ അതിൽ നൽകിയ നിർദ്ദേശങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഓൾഗ ടെലീസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന 1986-ലെ സുപ്രധാന കേസാണ്. ആ കേസിൽ ബോംബെ സ്ലംസിലും അതുപോലെ ബോംബെ നഗരത്തിലെ തെരുവുകളിലും കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തി വരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് മുനിസിപ്പാലിറ്റി നോട്ടീസ് പോലും നൽകാതെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കോടതിയെ സമീപിക്കുകയും കോടതി അവർക്ക് അനുകൂലമായ ഉത്തരവ് നൽകുകയും ചെയ്തു. അങ്ങനെ ഉത്തരവ് നൽകുവാൻ കോടതി ആശ്രയിച്ചത് ഭരണഘടനയുടെ 21-ാം വകുപ്പിനെയായിരുന്നു, അനുച്ഛേദത്തെയായിരുന്നു. എന്താണ് 21-ാം അനുച്ഛേദം? 21-ാം അനുച്ഛേദം ഇപ്രകാരം പറയുന്നു: No person shall be deprived of life or personal liberty except in accordance with the procedure established by law. നിയമം നിർദ്ദേശിക്കുന്ന പ്രക്രിയയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ നിഷേധിക്കുവാനാവില്ല. അപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള ഒരുവന്റെ അവകാശം? അതാണ് സുപ്രീം കോടതി പ്രധാനമായും പരിഗണിച്ചത്. കാരണം ഈ തെരുവിൽ കച്ചവടം നടത്തി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തെരുവായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിലെ സുപ്രധാന പങ്കും അവർ കഴിഞ്ഞുകൂടുന്നത് തെരുവിലായിരുന്നു. അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തി അതിന് കിട്ടുന്ന ലാഭം കൊണ്ടായിരുന്നു അവരും കുടുംബവും കഴിഞ്ഞു പോന്നിരുന്നത്. അപ്രകാരം അവരുടെ ജീവിതമാർഗമായിരുന്നു ആ തെരുവ്. ആ ജീവിതമാർഗമാവുന്ന ആ തെരുവിൽ നിന്നും അവരെ നോട്ടീസ് പോലും നൽകാതെ കോർപ്പറേഷൻ ഇറക്കിവിടാൻ ശ്രമിച്ചപ്പോൾ കോടതി ഇപ്രകാരം പറഞ്ഞു: ജീവിക്കാനുള്ള അവകാശത്തിൽ ജീവിത മാർഗവും കണ്ടെത്താനുള്ള അവകാശവും ഉൾപ്പെടുന്നു എന്ന്. ജീവിതം കണ്ടെത്താനുള്ള അവകാശം ജീവിതാവകാശത്തിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ജീവിതം എടുത്തു കളയാനുള്ള ഏറ്റവും എളുപ്പമായ രീതി ജീവിതമാർഗം തന്നെ എടുത്തു കളയുക എന്ന നടപടിയായിരിക്കുമെന്ന്. അതുകൊണ്ട് കോടതി പറഞ്ഞു, വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി കോടതി അതിന് സുപ്രധാനമായ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു അനുമാനം ആ കേസിൽ നൽകി. ആ അനുമാനം ഇപ്രകാരമായിരുന്നു: ജീവിക്കാനുള്ള അവകാശത്തിൽ ജീവിതമാർഗം കണ്ടെത്താനുള്ള
അവകാശവും ഉൾപ്പെടുന്നു എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ പല രീതിയിലുള്ള മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. എലനോർ റൂസ്വെൽറ്റ് ആയിരുന്നു ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെന്റായ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ മുഖ്യ ശില്പി. എലനോർ റൂസ്വെൽറ്റ് ഇപ്രകാരം പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശങ്ങൾ ലംഘനങ്ങൾ പലപ്പോഴും നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലാണ്. അവിടെ അരങ്ങേറുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്ക് കൃത്യമായി മാപ്പ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, കൃത്യമായി ദർശിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, മറ്റ് സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെതിരെ ആ മനുഷ്യാവകാശ ലംഘനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശാശ്വതം കണ്ടെത്തിക്കൊണ്ട് വേണം നമുക്ക് ബാഹ്യമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് പ്രവർത്തിക്കുവാൻ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് എലനോർ റൂസ്വെൽറ്റ് പറയുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ വലിയ സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സംജാതമാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീതി നിഷേധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരാൾക്ക് നീതി നിഷേധിച്ചു, അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യമാണ് എന്ന ലാഘവത്തോടുകൂടിയാണ് നാം കണ്ടുവരുന്നത്. ഒരാൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതി അത് എല്ലാവർക്കും അനീതി ഉണ്ടാക്കും എന്നുള്ള കാര്യം പ്രത്യേകം സത്യമാണ്. ഇൻസെക്യൂരിറ്റി ടു വൺ പേഴ്സൺ ഈസ് ആൻ ഇൻസെക്യൂരിറ്റി ടു ഓൾ. ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് കൃത്യമായി മൗലികാവകാശങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ, എല്ലാ മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളല്ല, എന്നാൽ സുപ്രധാനമായ ചില മൗലികാവകാശങ്ങൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മൗലികാവകാശമായി ഭരണഘടന പ്രത്യേകം എടുത്തു പറയുകയും അത് പ്രത്യേകം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്രകാരമുള്ള മൗലികാവകാശമാണ് തുല്യതയ്ക്കായുള്ള അവകാശം. വലിയവനോ ചെറിയവനോ എന്ന വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, വർഗഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണണമെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഈ പറയുന്ന ഘടകങ്ങളൊന്നും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നില്ല. എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള മനുഷ്യ മഹിമയാണ് ഉള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹിമ എന്നുള്ളത്. ഞാനാണ്, ആ ഞാനായി തന്നെ സമൂഹം അംഗീകരിക്കണം. അപ്രകാരം സമൂഹത്താൽ അംഗീകരിക്കപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അത് മഹിമയുടെ ഭാഗമാണ്. ആ മഹിമയ്ക്ക് കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുവാൻ പാടില്ല. തുല്യത എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാ അർത്ഥത്തിലും എല്ലാവരും തുല്യരാണ്, ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല എന്നുള്ള അർത്ഥവുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തുല്യത. നമുക്ക് ജോലിക്കായും സർക്കാരിന് കീഴിലുള്ള ജോലിക്കായും തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. വിഭിന്നമായ കാരണങ്ങളാൽ ഒരു വ്യക്തിയെ ജോലിക്കായുള്ള അവകാശത്തിൽ നിന്നും മാറ്റി നിർത്താനാവില്ല എന്ന് പ്രത്യേകം പറയുന്നു. ഭരണഘടന തന്നെ നമുക്ക് പ്രത്യേകമായി ചില അവകാശങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമ്മേളിക്കാനുള്ള അവകാശം, ഓർഗനൈസ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ നമുക്ക് താമസിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം, ബിസിനസ് നടത്താനുള്ള അവകാശം, ഇതെല്ലാം അവകാശങ്ങളാണ്. ഇത് ജീവിതവുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, കോർത്തിണങ്ങി കിടക്കുന്ന അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ നിഷേധിക്കാം, അത് അന്തിമമല്ല. ആ അവകാശങ്ങൾക്ക് നിഷേധിക്കാനാവില്ല, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. എപ്രകാരമുള്ള നിയന്ത്രണങ്ങളായിരിക്കണം? വളരെ കാരണപരമായ, റീസണബിൾ ആയിട്ടുള്ള, പൊതു താല്പര്യം മുൻനിർത്തി ഇമ്പോസ് ചെയ്യപ്പെടുന്ന നിയന്ത്രണങ്ങളായിരിക്കണം അവകാശങ്ങളിൽ ഉണ്ടാകേണ്ടത്. വിദ്യാഭ്യാസ അവകാശം ഒരു മൗലികാവകാശം എന്നുള്ള ഉപരിയായി ഇപ്പം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് അതൊരു മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. തൊഴിൽശാലകളിലും തൊഴിലിടങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ, സ്ത്രീ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഭ്രൂണഹത്യ, അതുപോലെ ലിംഗനിർണയങ്ങൾ, ഇതെല്ലാം പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്ന ഘടകങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ
മധ്യത്തിലാണ്. ഡിസംബർ 10-നും 11-നും 12-നും ഒന്നും മഴയില്ലായിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നത് ജൂണിലായിരുന്നു. ഇപ്പോൾ ജൂണിൽ മഴയില്ല. മഴയുണ്ടാകുന്നത് വ്യത്യസ്തമായ കാലയളവിലാണ്. ഡിസംബറിൽ മഴയാണ്. കാരണം നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നാം തന്നെയാണ് അതിന് ഉത്തരവാദികൾ. പ്രകൃതിയോട് ക്രൂരത ചെയ്താൽ പ്രകൃതി അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ആ ഒരു തിരിച്ചടിയുടെ ഭാഗമായും കാലാവസ്ഥ വ്യതിയാനങ്ങളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഡെപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യരാൽ തന്നെയാണ്. പണമുണ്ടാക്കാനുള്ള കൂടുതലായിട്ടുള്ള ദുരാഗ്രഹം, വരുന്ന തലമുറയെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള ചിന്തയുമില്ലാതെ എങ്ങനെയും പണം സമ്പാദിക്കണമെന്നുള്ള ഒരു 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 പ്രത്യേകമായിട്ടുള്ള ജീവിതശൈലി, മലകളും കുന്നുകളും അതിൻ്റെ പേരിൽ ഇടിച്ചു ഇടുന്നു. ഇപ്രകാരം അന്തരീക്ഷത്തിന്റെ തന്നെ വ്യതിയാനം നഷ്ടപ്പെടുന്നു. ശുദ്ധമായ വായു ശ്വസിച്ചും ശുദ്ധമായ ജലം പാനം ചെയ്തും ഒരു ശുദ്ധമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ അവകാശം മനുഷ്യ പ്രവർത്തികളാൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ സയൻസിനും ടെക്നോളജിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുമാനങ്ങളും മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ദുരുപയോഗം പലപ്പോഴും മനുഷ്യാവകാശങ്ങളുടെ ലംഘനമായി മാറാറുണ്ട്. സയൻസ് എന്ന് പറയുന്ന മണ്ഡലത്തെയും സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന മണ്ഡലത്തെയും നമ്മൾ പ്രത്യേകം നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യനെ സയൻസിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും ഉണ്ടാവുന്ന ദുരുപയോഗത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വ്യവസ്ഥയും ഒരു മനുഷ്യാവകാശമായി പുതുതായി രൂപാന്തരം ചെയ്യപ്പെടേണ്ടി വരുന്നു. അപ്രകാരമുള്ള മനുഷ്യാവകാശത്തിൽ ഏതൊരു വ്യക്തിക്കും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ദുരുപയോഗത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ ജീവിക്കേണ്ടത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ട ഒരു ലോകത്താണ്. സന്തുലിതമായ വികസനമാണ് ഉണ്ടാകേണ്ടത്. എന്താണ് സന്തുലിത വികസനം? നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വികസനമല്ല സന്തുലിത വികസനം. സന്തുലിത വികസനം എന്ന് പറയുന്നത് നമ്മൾ നീങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് ശേഷമുള്ള ഒരു ജനറേഷൻ ഉണ്ട്. അവർക്കും ഈ പ്രകൃതിയെ തുല്യ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാനും ഈ പ്രകൃതിയിൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട്. ആ പ്രകൃതിയെ ഇതേ രീതിയിൽ തന്നെ വരും തലമുറകൾക്ക് കൈമാറാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, ഒരു കടമ നമുക്കുണ്ട്. ആ കടമ നിർവഹണം നമ്മൾ നടത്തണം. സന്തുലിത വികസനത്തിന്റെ പ്രക്രിയയിലൂടെ നമ്മുടെ പിന്നീടുള്ള തലമുറകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രകൃതിയേക്ക് ദോഷം സൃഷ്ടിക്കാതെ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ബിസിനസ്സും അതുപോലെയുള്ള കോർപ്പറേറ്റ്സും അവർ കാണിക്കേണ്ടതായിട്ടുള്ള മിനിമം കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗ്രീൻ ഇനിഷ്യേറ്റീവ്സും ഗ്രീൻ മെഷേഴ്സിലൂടെയും പരിസ്ഥിതി സൗഹാർദ്ദപരമായ നടപടിക്രമങ്ങളിലൂടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ മുന്നേറുവാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് മനുഷ്യാവകാശത്തിന്റെ ഓർമ്മ പുലർത്തുന്ന ദിവസമാണ്. എപ്പോഴും നമ്മുടെ ചിന്ത അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ്. അവകാശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും കടമകളെ മറക്കുകയും ചെയ്യുന്ന ഒരു ലോകം നിലനിൽക്കാനാകുമോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവകാശങ്ങളെ പോലെ തന്നെ തുല്യ രീതിയിൽ പ്രസക്തമാണ് കടമകളും. കടമകൾ നിർവഹിക്കാതെ അവകാശങ്ങളുടെ പുറകെ മാത്രം സഞ്ചരിച്ചാൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അവകാശങ്ങൾ നമ്മിൽ നിന്നും ദൂരെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ തുല്യ രീതിയിൽ അവകാശങ്ങളും കടമകളും നിർവഹിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ചെന്നെത്തുന്നത് ബാക്കി ആരുടെയെങ്കിലും അവകാശങ്ങളുടെ ലംഘനത്തിലേക്കായിരിക്കും. ആ ഒരു സ്ഥിതിവിശേഷം സംജാതമാകരുത്. നമ്മുടെ ഭരണഘടന തന്നെ എപ്രകാരം ആണ് നമ്മുടെ കടമകൾ നിർവഹിക്കേണ്ടത് എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതിനായി തന്നെ ഒരു പ്രത്യേക വ്യവസ്ഥ തന്നെയുണ്ട്. 11 കടമകൾ ഭരണഘടനാപരമായി ഓരോ വ്യക്തിക്കും നിർവഹിക്കാനുണ്ട്. ആ കടമകളെല്ലാം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും മനുഷ്യാവകാശ സംരക്ഷണ യജ്ഞത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് മനുഷ്യാവകാശ സംഘടനകൾ.
ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പോലെയുള്ള സംഘടനകളിലൂടെയാണ് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു സംസ്ഥാന ലെവലിലോ ദേശീയ തലത്തിലോ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇത്തരമൊരു അവബോധം സൃഷ്ടിക്കപ്പെടുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സും NGOസും എല്ലാം വളരെ സുദീർഘമായിട്ടുള്ള രീതിയിലാണ് സേവനം ചെയ്യുന്നത്. അവർ പകർന്നു നൽകുന്ന അവകാശ അവബോധത്തിലൂടെയാണ് ജനത സഞ്ചരിക്കുന്നത്. അവകാശ നിഷേധമുണ്ടായാൽ ആദ്യം രംഗത്ത് വരുന്നതും അവർ തന്നെയാണ്. അവരുടെ പ്രവർത്തികൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാനുള്ള കടമ ഉത്തമ പൗരന്മാരായ നിലയിൽ നമുക്കുണ്ട്. ഇന്നേ ദിവസം ഇതിന് വേദിയൊരുക്കിയ ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ എത്രമാത്രം അനുമോദിച്ചാലും മതിവരില്ല. കാരണം അവർ സമൂഹത്തിൽ നടത്തുന്നത് ഒരു ഉദാത്തമായിട്ടുള്ള സേവനമാണ്. മനുഷ്യാവകാശ പോരാളികളായി അവർ മറ്റുള്ളവരുടെ വേദനകളും കണ്ണീരും ഒപ്പിയെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത്തരം സേവനം ഏറ്റവും വലിയ മനുഷ്യ സേവനമായി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ ചടങ്ങ് ഈ വേദിയിൽ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. You are watching India's first NGO television, Malanadu TV India.